കേരളത്തിൽ നിന്നും ഉള്ള രണ്ടുപേര്, നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഒരാളും കൂടെ വന്ന് വേണുഗോപാലും കെ.സി. വേണുഗോപാൽ, അങ്ങനെ അന്ന് 3 പേരുടെ പേരാണ് ഇവിടെ ആർജവത്തോട് കേൾക്കുന്നത്. കെ.സി. ഇപ്പം നേരത്തെ പറഞ്ഞ എം.പി. ആയിട്ട് നിൽക്കുന്നു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ തൊട്ട് ഈ 3 പേരുടെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഒന്നുകൂടെ ശക്തമായ ഫ്ലെക്സുകളുടെ ഒരു ലോകമായി മാറി. കെ.സി. സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറച്ച് മുമ്പ് ഒരു വാർത്ത വന്നത്, കെ.സി. അവിടെ നിന്നും മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അവിടെ BJP സ്ഥാനാർത്ഥിയായി വീണ്ടും ശോഭ വരുന്നു, ശോഭനെ കേന്ദ്രമന്ത്രിയാക്കി കൊണ്ട് മത്സരത്തിന് ഇറക്കുന്നുള്ളൂ. അപ്പോഴും പിടിപ്പുകേടാണ് കോൺഗ്രസ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ AICC ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുമായിരിക്കും അല്ലേ? അല്ല, അവർ ഭയങ്കര നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ. ഇങ്ങനൊരു ചിന്താഗതിയിലേക്ക് പോലും പോകുന്നുണ്ടെങ്കിൽ, ഇവിടെ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് നാളെ വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിയമസഭയിൽ നിന്ന് ജയിച്ചു വേണം ഇനി 6 മാസം കഴിഞ്ഞ് തുടർന്നു പോകാനായിട്ട്. പണ്ട് കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് പോയി നിന്ന് തോറ്റു വന്ന് KPCC പ്രസിഡന്റ് സ്ഥാനവും പോയി. അതെ, വടക്കാഞ്ചേരിയിൽ നിന്ന് തോറ്റതാണ്. അപ്പം ഇതൊക്കെ ചരിത്ര വ്യാഖ്യാനം എനിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം അന്ന് ലീഗ് സുരക്ഷിതമായ സീറ്റ് കൊടുത്തു, ഒരു സുരക്ഷിതമായ സീറ്റിൽ നിന്ന് മത്സരിച്ചു, ജയിച്ചു എന്നുള്ള ഒരു സംഭവമാണ് അന്നത്തെ കാലഘട്ടത്തിൽ പറയാനുണ്ടായിരുന്ന സംഭവം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ പേഴ്സണലി ഞാൻ ജീവിതത്തിൽ കാണാത്ത വ്യക്തിയാണ്. ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുക.